ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് ഇടപെടുകയാണ്. ഞാൻ യഹോവയെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഭക്തനായ ദാവീദ് വിളിച്ചു പറയുക, ദൈവത്തെ മുൻനിർത്തിയുള്ള യാത്ര അത് പരാജയമല്ല, വിജയമാണെന്ന് ഉറപ്പിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മുൻനിർത്തിയാണോ നമ്മുടെ യാത്ര? നാം ദൈവത്തോട് ആലോചന ചോദിച്ചാണോ നാം ചെയ്യുന്ന പല കാര്യങ്ങളും? പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ഇഷ്ടങ്ങളെ, താല്പര്യങ്ങളെ നിവർത്തിപ്പാൻ നമ്മുടെ ഹിതത്തിനനുസരിച്ച് നാം ചുവടുവെച്ചിട്ട് അത് പരാജയമായി മാറുമ്പോൾ ദൈവമേ വിടുവയ്ക്കണമെന്ന് നിലവിളിക്കുന്നവരാണ് ഏറിയ ഭാഗ്യമെങ്കിൽ. സങ്കീർത്തനക്കാരനായ ദാവീദ് വിളിച്ചു പറയുക, പ്രിയ കുഞ്ഞേ, നിൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നാൾവഴികളിൽ, എനിക്ക് ജയിപ്പാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ, ഞാൻ തോറ്റുപോകുമെന്ന് ചിന്തിച്ച നാളുകളിൽ, ഞാൻ ഭയപ്പെട്ട നാളിൽ നിന്നിൽ ആശ്രയിച്ചു. ഞാൻ ആശ്രയിച്ചത് എൻ്റെ പാറയാകുന്ന കർത്താവിലായതുകൊണ്ട് പരാജയപ്പെടാൻ അനുവദിക്കാതെ എന്നെ ജയാളിയാക്കിയെങ്കിൽ എന്നെയും നിങ്ങളെയും ജയാളിയാക്കുവാൻ നമുക്ക് കർത്താവിനെ മുൻപിൽ വെച്ച് യാത്ര ചെയ്യുന്നവരായി മാറാം. സങ്കീർത്തനക്കാരൻ പറയുക, ഏലാത്താഴ്വരയിൽ വെച്ച് മല്ലനായ ഗോലിയാത്ത് ഇസ്രായേലിനെ വെല്ലുവിളിക്കുമ്പോൾ ആരും അവനെ നേരിടാൻ തയ്യാറാതെ ഭയപ്പെട്ട് മാറിയിരിക്കുമ്പോൾ തൻ്റെ ദൈവമായ യഹോവയെ മുൻനിർത്തി യഹോവയിൽ ആശ്രയിച്ച് ഇടയബാലനായ ദാവീദ് ഇടയ സഞ്ചിയിൽ 5 കല്ലുകൾ പെറുക്കി അവൻ്റെ നേരെ ചെന്ന് അവനെ കീഴ്പ്പെടുത്താൻ ഇടയാക്കിയ തൻ്റെ കഴിവല്ല, തൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരമാണെന്ന് ഓർപ്പിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ജയിപ്പാൻ കഴിയാത്ത, നേരിടാൻ കഴിയാത്ത, നമുക്ക് ത്രാണിയില്ലാത്ത വിഷയങ്ങളുടെ നടുവിൽ പലരും നിരാശരായി പോകുമ്പോൾ ദൈവപൈതലേ, നീ നിരാശനായി മാറുവാനല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ചുവടുവെക്കുന്നവരായി മാറുമെങ്കിൽ ദൈവം നമ്മെ അത്ഭുതമാക്കി മാറ്റും. ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. തന്നിൽ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത കർത്താവ്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർപ്പിക്കുമ്പോൾ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തികളും ഇടപാടുകളും ഏത് കാര്യത്തിലും കർത്താവിനോട് ആലോചന ചോദിച്ച് ചെയ്യുന്ന നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുമെങ്കിൽ നമ്മെ ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത കർത്താവിൻ്റെ സഹിത്വവും സാന്നിധ്യവും രുചിച്ചറിയാൻ ഇടയാകും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, കർത്താവിനെ മുൻപിൽ വെച്ച് യാത്ര ചെയ്യുന്നവരായി മാറുക. ദുർഘടങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങൾ, വെല്ലുവിളികളുടെയൊക്കെ നടുവിൽ പതറാതെ ജയാളിയായി മുൻപോട്ട് പോകാൻ കർത്താവിനെ മുൻപിൽ വെച്ച് യാത്ര ചെയ്യാം. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ചുവടുവെക്കുന്നവരാകാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.